പ്രേംലാലേട്ടാ, AK-47 പുതിയ പതിപ്പ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. AK-47 തന്നെ അത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അപ്പോ എന്താണ് അതിന്റെ പുതിയ വെർഷൻ? AK-47 എന്ന് പറയുന്നത് ഒരു റഷ്യൻ നിർമ്മിത യന്ത്രത്തോക്കാണ്. 1947 സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന, അല്ലെങ്കിൽ അന്ന് സോവിയറ്റ് യൂണിയനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോക്കാണ് ഈ AK-47. അത് പിന്നീടാണ് ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറൊക്കെ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ സേന അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഔട്ടോമാറ്റ് കലാഷ്നിക്കോവ എന്നുള്ളതാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ചില സിനിമകളിലൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായ റെഫറൻസുകളൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ KGF പോലുള്ള സിനിമകളിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ AK-47 തോക്കിൻ്റെ പുതിയ പതിപ്പ്, അതായത് AK-203, അതാണിപ്പോൾ നമ്മുടെ സൈന്യം ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് നിലവിൽ ഇൻസാസ് എന്ന് പറയുന്നൊരു തോക്ക് സൈന്യത്തിനുണ്ടായിരുന്നു. അതും റഷ്യൻ നിർമ്മിത അല്ലെങ്കിൽ റഷ്യൻ ടെക്നോളജിയുള്ള തോക്കാണ്, കാലപ്പഴക്കം ഏറിയതാണ്. അപ്പോൾ അതിന് പകരം ഈ AK-203 എന്ന് പറയുന്ന തോക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തോക്കിന് തീർച്ചയായിട്ടും പ്രത്യേകതകൾ ഒരുപാടുണ്ടാകുമല്ലോ. അതിൻ്റെ പ്രത്യേകത ഇതാണ്, കൃത്യതയാണ്. ഉന്നം നോക്കി വെടിവെച്ച് കഴിഞ്ഞാൽ കൃത്യം അവിടെ കൊള്ളും. പിന്നെ ഏത് പരിതസ്ഥിതിയിലും ഏത് സാഹചര്യത്തിലും ഇതിൻ്റെ പ്രവർത്തനം ഓക്കെയാണ്. ഇത് നിർമ്മിച്ചിട്ട് ഇതുവരെ 0 കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ തകരാറുകളേ ഇല്ലാത്തൊരു തോക്കാണ്. അതുമാത്രമല്ല, ഇത് ഏത് സാഹചര്യവും, അതായത് അമിതമായ ചൂട്, മഴ, തണുപ്പ്, ഇതെല്ലാം ചില തോക്കുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ തോക്കിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മലനിരകളിലുള്ള സൈനിക ഇടപെടലുകൾക്ക് ഈ പറയുന്ന AK-203 എന്ന് പറയുന്ന തോക്ക് ഫലപ്രദമാണ്. അതുമാത്രമല്ല, ഇത് 1 മിനിറ്റിൽ 700 റൗണ്ട് വെടിവെക്കാൻ സാധിക്കും. അതായത് ഭയങ്കര ഫാസ്റ്റാണ്. 800 മീറ്റർ പരിധിയാണ് ഈ തോക്കിനുള്ളത്. അതായത് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ദൂരപരിധിയുണ്ട്. അതിനുള്ളിൽ ഒരു ലക്ഷ്യത്തിൽ ഇത് പതിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നെങ്കിൽ അയാൾ ചത്തുപോകും, ഉറപ്പായിട്ട് മരിക്കും. അപ്പോൾ ഇതാണ് ഈ AK-203 പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ വരുന്ന ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സൈനികർക്ക് ഒരു 7000 തോക്ക് കൂടി ഉടനെ തന്നെ കിട്ടും. നേരത്തെ ഒരു കരാറുണ്ടായിരുന്നു, അതിൻ്റെ 2ാം ബാച്ചായിട്ടാണ് ഈ 7000 തോക്കുകൾ കൂടി വരുന്നത്. അതായത് കഴിഞ്ഞ 18 മാസം കൊണ്ട് നമ്മുടെ സൈന്യത്തിന് 48,000 AK-203 തോക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് റഷ്യയുമായിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു. അതായത് കരാർ വന്നത് 2021 5000 കോടി രൂപയുടെ കരാറാണ്. ഈ കരാർ പ്രകാരം റഷ്യ നമുക്ക് ഈ AK-203 തോക്കിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറും. കൈമാറിയ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിലാണ് ഈ തോക്ക് നിർമ്മിക്കുന്നത്. ഈ തോക്ക് നിർമ്മിക്കുന്ന കമ്പനിയുടെ പേര് ദ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ചുരുക്കി IRRPL എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇവർ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഈ റഷ്യൻ നിർമ്മിത അല്ലെങ്കിൽ റഷ്യയുടെ AK-203 തോക്ക് ഉപയോഗിക്കുന്നു. ഇപ്പോൾ വരുന്ന തോക്കുകളിൽ ഏതാണ്ട് 50% തദ്ദേശീയമായ സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ടാണ് ഈ തോക്ക് നിർമ്മിക്കുന്നത്. വലിയ താമസമില്ലാണ്ട് 100% തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ തദ്ദേശീയമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തോക്ക് നിർമ്മാണം വലിയ താമസമില്ലാണ്ട് തുടങ്ങും. ഇപ്പം നിലവിൽ നമ്മൾ ഓരോ മാസവും, അതായത് തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മാസവും ഏതാണ്ട് 12,000 തോക്കുകൾ നമുക്ക് AK-203 തോക്കുകൾ നമ്മുടെ ഈ പണിശാലയിൽ, ഇത് പണിശാല ഉള്ളത് ഉത്തർപ്രദേശിലെ അമേത്തിയിലാണ്. അപ്പോൾ അമേത്തിയിലെ ഈ പണിശാലയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസം, കൃത്യം പറഞ്ഞാൽ 1 മിനിറ്റിൽ ഒരു തോക്കെന്ന നിലയിലാണ് നിർമ്മിക്കാൻ സാധിക്കുക. നമുക്ക് മൊത്തം നമ്മളിപ്പോൾ കരാറ് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് 6 ലക്ഷത്തി കൃത്യം പറഞ്ഞാൽ 6,01,427 തോക്കുകൾക്കാണ് കരാറ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഇതുവരെ 48,000 തോക്കുകൾ ഇത് കൈമാറിക്കഴിഞ്ഞു. ഒരു 7,000 തോക്കുകൾ ഒരു 3 ആഴ്ചക്കുള്ളിൽ കൊടുക്കും. ഒരു 15,000 തോക്കുകൾ ഈ വരുന്ന ഡിസംബറിലും കൈമാറും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാർജറ്റ് 2023 ഡിസംബറിലാണ് ഈ 6,01,427 തോക്കുകൾ സൈന്യത്തിന് കൈമാറാൻ കൊടുത്തിരിക്കുന്ന ടാർജറ്റ്. പക്ഷേ ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഒരു 22 മാസം മുൻപേ തന്നെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ അവർ കണക്കാക്കുന്നത് 2030 ഡിസംബറോടുകൂടി ഈ തോക്ക് പൂർണ്ണമായും സൈന്യത്തിന് കൈമാറാൻ സാധിക്കുമെന്നുള്ളതാണ്.
പിന്നെ മറ്റ് ചില സംഗതികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2021 ഈ 5000 കോടി രൂപയുടെ കരാറുണ്ടായത്. അപ്പം ഈ റഷ്യയിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ കുറച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം 2023 ജനുവരിയിലാണ് ഈ തോക്കിൻ്റെ ഉൽപ്പാദനം നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം ഇതിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 48,000 തോക്കുകൾ ഇതിനോടകം തന്നെ നമ്മൾ സൈന്യത്തിന് നൽകി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചതിൽ ഒരു പൂർണ്ണ തൃപ്തിയാണ് സൈന്യം രേഖപ്പെടുത്തുന്നത്. 0 കംപ്ലൈൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും ഈ തോക്കിനുണ്ട്. ഇനി ഈ തോക്ക് ഇത്ര വലിയ ഒരു നല്ല രീതിയിലൊരു സമ്മതി നേടിയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഈ തോക്കിനെക്കുറിച്ച് അവർക്ക് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്, അവർക്ക് വേണമെന്നുള്ളത്. പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നുള്ളതും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഈ AK-203 തോക്കുകൾ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 6 ലക്ഷത്തി ചില്ലാനം തോക്കുകളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായിട്ടും ഈ നിർമ്മാണശാല അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. വീണ്ടും നമുക്ക് ഈ തോക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ നിർമ്മിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ, ഈ ആഫ്രിക്കയിലുള്ളതും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ സാധ്യത പ്രതീക്ഷിക്കണം. ഈ രസകരമായ സംഗതി മറ്റൊന്നുണ്ട്. ഈ AK-203 ആദ്യ പതിപ്പാണ് വാസ്തവത്തിൽ നമ്മൾ സൈന്യത്തിന് വേണ്ടി ആദ്യം നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷേ കുറച്ചുകൂടി മെച്ചപ്പെട്ട, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AK-203 തോക്കുകൾ മതി എന്നുള്ളത് പിന്നീടുള്ള തീരുമാനമാണ്. ഇത് ആധുനിക കാലത്തെ യുദ്ധസന്നാഹങ്ങൾക്ക് ഈ AK-203 പോലുള്ള തോക്കുകൾ അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിരോധ കരാർ, റഷ്യയുമായിട്ടൊരു പ്രതിരോധ കരാർ ഉണ്ടാക്കി ഈ തോക്ക് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഇനി എന്തുകൊണ്ട് റഷ്യ എന്നുള്ളത്, അതായത് നമ്മൾ നിരന്തരമായി റഷ്യയുമായിട്ടുള്ള സൈനിക അല്ലെങ്കിൽ പ്രതിരോധ കരാറുകളുടെ ഭാഗമായിട്ട് ദീർഘകാലമായിട്ട് റഷ്യയുമായി നമ്മൾ സഹകരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ റഷ്യ സഹകരണത്തിൻ്റെ മറ്റൊരു പതിപ്പ് കൂടിയാണ് ഈ AK-203 എന്ന് പറയുന്ന തോക്കിൻ്റെ നിർമ്മാണം. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ പ്രതിരോധ കരാറുകളിൽ ഏറിയ പങ്കും ഒന്നെങ്കിൽ ഈ സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങുക, വിൽക്കുക, അതാണ് സാധാരണഗതിയിൽ നടക്കുക. ഈ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പുതിയ കാലത്തെ സങ്കല്പമാണ്. കാരണം നമ്മൾ ആ ഒരു സാങ്കേതിക വിദ്യ കിട്ടിയാൽ അത് നിർമ്മിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ സാങ്കേതിക വിദ്യ വാങ്ങുന്ന രാജ്യത്തിൻ്റെ ആകും. അതോടൊപ്പം തന്നെ ഇവർ നിഷ്കർഷിക്കുന്ന ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും പാലിക്കാൻ ഈ ടെക്നോളജി കിട്ടിയ രാജ്യം അതിനുള്ള മാർഗവും കൂടി സ്വീകരിക്കണം. അപ്പോൾ അതുപ്രകാരം റഷ്യയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ അത് പ്രകാരം തന്നെയാണ് നമ്മളിവിടെയും നിർമ്മിക്കുന്നത്. അപ്പോൾ റഷ്യൻ മെയ്ഡിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇന്ത്യൻ മെയ്ഡിനുള്ളതെന്നും നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത റഷ്യൻ ഒറിജിനുള്ള ഇന്ത്യൻ മെയ്ഡ് തോക്കുകൾക്ക് താല്പര്യപ്പെട്ടു വരുന്നത്.